അപ്പോൾ ദേ രാത്രിയായപ്പോഴാണ് സിനിമ കാണാമെന്നുള്ള മോഹമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ശ്രീകലേശ്വരത്തിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് എത്തിയത്. അപ്പോൾ അതേപോലെ ദേ പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ റിഫിൽ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സിനിമക്കാണ് പോകുന്നത്. ഫ്രണ്ടിൽ തന്നെ കുറച്ച് ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊടുങ്ങല്ലൂർക്കാർക്ക് തിയേറ്റർ വന്ന് ഈ ഒരു പാട്ട് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതെന്തോ പണ്ടത്തെ നെസ്റ്റ് പോലെയാണ്. അങ്ങനത്തെ പടമൊക്കെ തുടങ്ങി. പടത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ കാര്യത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് താഴ്ത്തി പറയുന്നല്ല കേട്ടോ. പക്ഷേ 2 മണിക്കൂർ ഇരുന്ന് കാണാനായിട്ട് നമുക്ക് ബോറടിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ. എനിക്ക് ദഹിച്ചില്ല കേട്ടോ. പിന്നെ ആഷിഖ് കപൂറിൻ്റെ പടമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ അത്രത്തിലൊന്നും എത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ നമ്മൾ പതിവ് പോലെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെന്താ 2 മണിക്കൂർ നമുക്ക് എ സിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വൈബ് അടിക്കാൻ പറ്റുക. ഇതിൻ്റെ ഇടയ്ക്ക് മാർക്കോക്ക് പോയാൽ മതി എന്നുള്ളൊരു കുറ്റബോധം എൻ്റെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ പടത്തിന് ടൈം വളരെ കുറവുള്ളൂ കേട്ടോ. 2 മണിക്കൂർ കൊണ്ട് പടം തീരും. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ടാറ്റാ.